സ്പോർട്സ് കൗൺസിലിന്റെ ഓഫീസിൽ AC പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായിരിക്കുന്നു. 2 പേർക്ക് പരുക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ജിബിൻ JB ഉണ്ട് തിരുവനന്തപുരത്ത് എന്ന വിവരങ്ങളുമായി. ജിബിൻ, എങ്ങനെയായിരുന്നു ഈ അപകടമുണ്ടായത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സ്പോർട്സ് കൗൺസിലിന്റെ ഓഫീസിലാണ് ഇത്തരത്തിൽ AC പൊട്ടിത്തെറിച്ച അപകടമുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്തിൽ 2 പേർക്ക് അപകടത്തിൽ പരുക്കേറ്റിരിക്കുന്നു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. അല്പസമയം മുമ്പാണ്, ഏതാണ്ട് അരമണിക്കൂർ നേരം മുൻപാണ് സ്പോർട്സ് കൗൺസിലിന്റെ ഓഫീസിൽ AC പൊട്ടിത്തെറിച്ച് ഈ അപകടമുണ്ടായിരിക്കുന്നത്. 2 പേർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. ജിബിൻ JB ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? നിലവിൽ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അരമണിക്കൂർ മുൻപാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ തൊട്ടുപിന്നിലേക്ക് കാണുന്നതാണ് സ്പോർട്സ് കൗൺസിലിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന ആ ഒരു കെട്ടിടം. ഇതിന് തൊട്ടുപിന്നെ, അതായത് അകത്തുള്ള AC യൂണിറ്റിന്റെ ഔട്ടർ പാർട്ട് ഉണ്ട്. അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഔട്ടർ പാർട്ടിന്റെ പുറകുവശം, അവിടെയാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഇവിടേക്ക് രക്തക്കറകളുണ്ട്. അതായത് AC-ക്ക് ഗ്യാസ് നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നത്. അതിനിടെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്. ഈ ഭാഗത്ത് ഒരു ഓട കിടപ്പുന്നുണ്ട്. അവിടെയാണ് ഈ AC ഗ്യാസ് സിലിണ്ടറുമായി ഒരു തൊഴിലാളി നിന്നിരുന്നത്. അദ്ദേഹം ഈ ഗ്യാസ് നിറയ്ക്കുന്നതിനിടെ പൊട്ടിത്തെറി ഉണ്ടാവുകയായിരുന്നു. അദ്ദേഹം ഈ ഓടയ്ക്കകത്ത് കിടക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു വിവരം പുറത്തറിയാൻ കാരണം ഇയാളോടൊപ്പം മറ്റൊരു തൊഴിലാളി കൂടി ഉണ്ടായിരുന്നു. അയാളുടെ പരിക്ക് ഗുരുതരമല്ല. ഈ തൊഴിലാളിയാണ് പുറത്തേക്ക് ഈ പൊള്ളലുമായൊക്കെ ഇറങ്ങി വരുന്നത്. തുടർന്നാണ് ജീവനക്കാർ ഇത് അറിയുകയും ചെയ്യുന്നത്. എത്രയും വേഗം തന്നെ ഈ 2 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരു തൊഴിലാളിയുടെ ജീവനാണ് ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വിവരം നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും 2 പേരെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ ആശ്വാസകരമെന്ന് പറയുന്നത്. ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ അപകടം നടന്നതിന്റെ തൊട്ടുപിന്നെ, അതായത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 20-30 മീറ്റർ അകലെ കിടന്നിരുന്ന ഒരു കാറിന്റെ ചില്ല് കൂടി തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി തന്നെയാണ് ഈ സ്പോർട്സ് കൗൺസിലിന്റെ ഓഫീസിനകത്ത് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 2 പേർ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അതിൽ ഒരാളുടെ നിലയാണ് ഗുരുതരമായി തുടരുകയും ചെയ്യുന്നത്. അമൽ, ഇതിനിപ്പോൾ ഈ പരിസര പ്രദേശത്ത് കിടന്ന കാറിന്റെ ചില്ലാണ് പൊട്ടിയത്. കൂടാതെ ആ ഓഫീസിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ ജിബിൻ? അനുജ, ഓഫീസിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. നേരത്തെ ഞാൻ ഈ നിൽക്കുന്ന പ്രദേശത്ത് ഒരു കാർ കിടക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഈ ഗ്യാസ് സിലിണ്ടറിന്റെ ഭാഗം ആയിട്ടുള്ളത്. ഈ ഒരു കാണുന്ന പീസാണ് ഗ്യാസ് സിലിണ്ടറിന്റെ ഭാഗം എന്ന് പറയുന്നത്. ഇതാണ് ഇളകി വന്ന ആ കാറിന്റെ പുറകുവശത്തെ ഗ്ലാസ്സിലടിക്കുകയും ഗ്ലാസിന്റെ ചില്ലുകൾ തകരുകയും ചെയ്തിട്ടുള്ളത്. മറുവശത്താണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഓഫീസിന് കാര്യമായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടാകുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു കാറിന് മാത്രമാണ് ചെറിയ രീതിയിലുള്ള കേടുപാട്. അതിന്റെ പുറകുവശത്തെ ഗ്ലാസ് പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 2 തൊഴിലാളികൾക്കാണ് ഇതിലിപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരാളുടെ നിലയാണ് ഗുരുതരമായി തുടരുകയും ചെയ്യുന്നത്. അനുജ, ശരി. എന്തായാലും സ്പോർട്സ് കൗൺസിലിന്റെ ഓഫീസിലാണ് AC പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായിരിക്കുന്നത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയുമാണ്. ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.